നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യാഴം 6, 8, 12 പോയാൽ അത് ബാധകാധിപനോ ബാധയുമായിട്ടോ യോഗം ചെയ്യുകയും കൂടെ ചെയ്താൽ എന്തായിരിക്കും ഫലം, എന്തൊക്കെ പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. വ്യാഴത്തിൻ്റെ കാരകത്വം പൊതുവെ ദൈവാധീനാണ്, ഭാഗ്യമാണ്. അപ്പം 2ാം ഭാവത്തിൻ്റെ കാരകനല്ലേ, അപ്പം വിദ്യ, വാക്ക്, എല്ലാ ഭാവത്തിന് അതിൻ്റെ കാരകനാണ്. 5ാം ഭാവം സന്താനത്തിൻ്റെയും മനസ്സിൻ്റെ ശുദ്ധിയുടെയും പ്രണയത്തിൻ്റെയും ഒക്കെ കാരകനാണ്. അതുപോലെ തന്നെ 9ാം ഭാവത്തിൻ്റെ ഗുരുത്വം, പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടേണ്ട അറിവുകൾ, ഇതിൻ്റെയൊക്കെ കാരകനാണ്. പിന്നെ 11ാം ഭാവത്തിൻ്റെ കാരകനും കൂടിയാണ്. അപ്പം വളരെ പ്രധാനപ്പെട്ടിട്ട് പ്രകൃതി അനുഗ്രഹിച്ച് തരേണ്ട പല ഭാവങ്ങളുടെയും കാരകനാണ് വ്യാഴം. വ്യാഴം 6, 8, 12 പോയാൽ തന്നെ ഭാഗ്യവും ദൈവാധീനവും, ഭാഗ്യത്തിൻ്റെ ലക്ക് ഫാക്ടറിൻ്റെ കാരകനാണ്. അപ്പം ഭാഗ്യമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം റൈറ്റ് ടൈമിൽ, റൈറ്റ് പ്ലേസിൽ, റൈറ്റ് പീപ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ അത് സ്മൂത്തായിട്ട് പോകും. അപ്പോൾ നമ്മൾ പറയും രക്ഷപ്പെട്ടു, ഭാഗ്യമായി. അത് അൺപ്രെഡിക്റ്റബിളായിട്ട് പലപ്പോഴും നടക്കും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അതങ്ങ് നടന്നു പോകും. അതിനെയാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ദൈവാധീനം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി നേച്ചർ ഒരുങ്ങും, അതിൻ്റെ പേരാണ് ദൈവാധീനം എന്ന് പറയുന്നത്. അപ്പം ഈശ്വരാനുഗ്രഹമാണത്. ഞാൻ ഇതിനെ ദൈവീകതയുമായിട്ട് മാറ്റി ചിന്തിക്കുന്നില്ല, ഈശ്വരാനുഗ്രഹം തന്നെയാണ്. നമ്മൾ ആ നേച്ചറിനെ, പ്രകൃതിയെ നമ്മൾ അടുക്കാൻ വേണ്ടി നമ്മൾ ഏത് വഴിയിലൂടെ യാത്ര ചെയ്യാം, തന്ത്രത്തിലൂടെ യാത്ര ചെയ്യാം, ഏത് സ്പിരിച്വൽ വേയിലൂടെ, റിലീജിയസ് അല്ല കേട്ടോ. ഞാനൊരു പർട്ടിക്കുലർ വേദാന്തമോ അല്ലെങ്കിൽ അദ്വൈതവാദമോ വിശിഷ്ടാദ്വൈതവാദമോ അങ്ങനെയൊന്നുമല്ല പറയണേ. സർവീശ്വര കാരകത്വമുള്ള ഗ്രഹമാണ് വ്യാഴം. സ്പിരിച്വലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും വ്യാഴത്തെ കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. അതുവഴിയാണ് നമ്മൾ പ്രപഞ്ചത്തെയും പ്രപഞ്ചാതീതമായ വിഷയത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പം അതിന് സാഹചര്യം ഒരുക്കുന്നത്, അല്ല അതിൻ്റെ കാരകത്വം എന്ന് പറയുന്നത് വ്യാഴമാണ്. വ്യാഴം 6, 8, 12 പോയാൽ ദൈവാധീനവും ഭാഗ്യവും മറഞ്ഞെന്ന് ഞാൻ പറഞ്ഞല്ലോ. 6, 8, 12 വ്യാഴം ബാധകാധിപനായോ, മിഥുനത്തിനും കന്നിക്കും ബാധകാധിപനായ വ്യാഴം 6, 8, 12 പോവുകയും അതല്ലാതെ വേറെ ഏതെങ്കിലും ബാധകാധിപന്മാരുമായിട്ട് യോഗം ചെയ്ത് 6, 8, 12 പോവുകയോ, അല്ലെങ്കിൽ പൊതുവെ വ്യാഴം 6, 8, 12 നിന്നാൽ നോട്ട് ഈസി എന്ന് എപ്പോഴും ഓർത്ത് വെച്ചിരിക്കണം. ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ, ഇപ്പോൾ രാഹു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിരുന്നു മെയ്ഡ് ഇൻ ചൈന എന്ന്. അപ്പോൾ അതുപോലെ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കണം നോട്ട് ഈസി എന്ന്. എളുപ്പമല്ല, അവർക്ക് ലൈഫിൽ എല്ലാ കാര്യങ്ങളും എളുപ്പമല്ല, കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എന്നാൽ ഹൈലി സക്സസ്ഫുൾ ആവും. സക്സസ്ഫുൾ ആവുമെന്നിരിക്കത്തില്ല. മറ്റ് ഗ്രഹങ്ങളൊക്കെ അനുഗ്രഹിച്ചാൽ ഭയങ്കര സക്സസ്ഫുൾ ആവും. പക്ഷേ ഈ പറഞ്ഞ ദൈവാധീനം, ദൈവീകമായിട്ടുള്ള കലകൾ, ദൈവീകമായിട്ടുള്ള ഒരു അവസ്ഥ ഭൂരിപക്ഷം ആൾക്കാർക്കും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം വ്യാഴം 12 നിന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നോക്കാം. വ്യാഴം 12 നിന്നാൽ പൊതുവേ നഷ്ടം എന്ന് പറയാം, പിന്നെ മോക്ഷത്തിന് നല്ലതാണെന്ന് പറയാം, ക്ഷേത്ര വിഷയങ്ങൾക്കൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്യാമെന്ന് പറയാം, ധനം ധാരാളമായിട്ട്, 12 വ്യാഴക്കാരനാണെന്നൊക്കെ പറയത്തില്ലേ, ധനം ധാരാളമായിട്ട് ചിലവ്, വരവിനധികമായിട്ട് ചിലവാക്കുന്ന ആളാണെന്ന് പറയാം. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. 6, 8, 12 പോകുന്ന ഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പാസ്റ്റ് ലൈഫ് ഡെപ്റ്റാണ്. പ്രത്യേകിച്ച് റെട്രോഗ്രേഡും കൂടെ ആണെങ്കിൽ വ്യാഴം ഏതു രാശിയിൽ നിൽക്കുന്നോ, ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നോ, ആ നക്ഷത്രാധിപത്യം അനുസരിച്ചുള്ള ഗ്രഹത്തിൻ്റെ കാരകത്വത്തിൽ, ഉദാഹരണത്തിന് ചൊവ്വയുടെ രാശിയിലാണ് വ്യാഴം റെട്രോഗ്രേഡായിട്ട് 12ാം ഭാവത്തിൽ നിൽക്കുന്നത് എങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയെയോ അല്ലെങ്കിൽ നരസിംഹമൂർത്തിയെയോ ആശ്രയിക്കണം. അത് വെറുതെ അല്ല, 12ാം ഭാവമായതുകൊണ്ട് തന്നെ ദൂരെ എവിടെയെങ്കിലും കുന്നിൻ്റെ മുകളിൽ ഒരുപാട് ഉയരത്തിലുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രവുമായി നിങ്ങൾക്ക് പൂർവ്വജന്മത്തിൽ ബന്ധമുണ്ടാവും. ആ ക്ഷേത്രത്തിൽ പോയി ആശ്രയിച്ചാൽ നിങ്ങളുടെ 12ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ദുരിതം തീരും. ഉറപ്പാണത്. ട്രൈ ചെയ്ത് നോക്കിയോ, മാറിക്കോളും. 12ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ദുരിതം തീരാൻ ഓരോ രാശിക്കും ഓരോ ഗ്രഹം ഉണ്ട്. ആ വ്യാഴത്തിന് സർവേശ്വര കാരകത്വവും കൂടി ഉണ്ടല്ലോ. വളരെ ഉയരത്തിലുള്ള വൈഷ്ണവ ബന്ധവും കൂടിയുള്ള ഒരു ക്ഷേത്രം, ഇപ്പം ശാക്തേയ ബന്ധമുള്ള രാശിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈഷ്ണവീ ദേവി ക്ഷേത്രത്തിലൊക്കെ പോവാം. വളരെ ഉയരത്തിലുള്ള
ഒരു ശക്തിപീഠമാണത്, വൈഷ്ണവി ദേവി ക്ഷേത്രം. അവിടെ പോയി തൊഴാം. അങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ ശിവക്ഷേത്രത്തിലാണെങ്കിലും 12ാം ഭാവമായിട്ട് ഇപ്പോൾ കന്നിക്കാർക്ക് 12-ൽ വ്യാഴം വന്നു. അത് രവിയുമായിട്ട്, പ്രത്യേകിച്ച് ഉത്തരം നക്ഷത്രത്തിൻ്റെയൊക്കെ ആദ്യ പാദത്തിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിലും നേരെ കേദാർനാഥിലേക്ക് വിട്ടേക്കുക. ഒരുപാട് പൊക്കത്തിലുള്ള മോക്ഷസ്വരൂപനായിട്ടിരിക്കുന്ന ഒരുപാട് പൊക്കത്തിലുള്ള ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ പോവുക. തപസ്സോടുകൂടി പോവുക. മോക്ഷമാർഗേണ യാത്ര ചെയ്യുക. നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പോകും. റെട്രോഗ്രേഡാണ് വ്യാഴമെങ്കിൽ ഉറപ്പായിട്ടും പോയിരിക്കണം കേട്ടോ. അടുത്തത് 6-ലാണ് വ്യാഴം വരുന്നതെങ്കിലും, 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ പൊതുവേ രോഗസ്ഥാനമാണ്. അതുപോലെ തന്നെ എനിമീസ് ആണ്, നമ്മുടെ ശത്രുസ്ഥാനമാണ്. അതുപോലെ എന്താ പറയുക, നമ്മുടെ നെഗറ്റിവിറ്റീസ്, ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്ന ഭാവങ്ങളാണ്. അപ്പോൾ പൊതുവെ സന്താനകാരകനായിരിക്കുന്ന ഗ്രഹം 6-ൽ പോയാൽ എപ്പോഴും വൈഫുമായിട്ടോ ഹസ്ബൻഡുമായിട്ടോ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് എപ്പോഴും ഒരു വഴക്കോ കുട്ടികളുണ്ടാവുന്നതിൻ്റെ പേരിലൊരു പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പം 6-ാം ഭാവാധിപനും വ്യാഴവും കൂടെ 6-ൽ വരിക, അല്ലെങ്കിൽ 6-ാം ഭാവത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയോടുകൂടി വ്യാഴം 6-ൽ നിൽക്കുക, ഇതൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം, അല്ലെങ്കിൽ ഒരു വഴക്കൊക്കെ ഇട്ടതിന് ശേഷമായിരിക്കും കുട്ടികൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഒരു ഡിലേ ഉണ്ടാവും. പ്രത്യേകിച്ച് ചൊവ്വയുടെ ദൃഷ്ടിയും കൂടെ വ്യാഴത്തിന് വീഴുകയും അത് 6-ാം ഭാവത്തിലും 6-ാം ഭാവത്തിൽ വ്യാഴം റെട്രോഗ്രേഡും കൂടെ ആണെങ്കിൽ, അതായത് വക്രവും കൂടിയാണെങ്കിലും ഉറപ്പായിട്ടും ഈ ഫലങ്ങൾ വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ളവർ ജനിച്ചത് പോലും വാസ്തവത്തിലും തങ്ങളുടെ വീട്ടിൽ അച്ഛനമ്മമാർക്ക് ഒരു വഴക്കുണ്ടായതിന് ശേഷമായിരിക്കും ഇങ്ങനെയുള്ളവർ ജനിക്കുന്നതെന്നാണ് വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്നവർ പറയുന്നത്. വാസ്തവത്തിൽ ഈ 6-ൽ ഒരു ഗ്രഹം, 6-ലെ വ്യാഴം, ഒരു ഗ്രഹമല്ല 6-ൽ വ്യാഴം വക്രമാവുകയും 6-ൽ നിൽക്കുകയും അവിടെ 6-ാം ഭാവാധിപനോട് യോഗം ചെയ്യുകയും ചെയ്യുന്ന ആൾ ജനിച്ച സമയത്ത് മുമ്പ് അച്ഛനും അമ്മമാർ തമ്മിൽ സന്താനത്തിൻ്റെ കാര്യത്തിൽ ഒരു വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. അതേ പാരമ്പര്യം തന്നെ ഇവർക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അത് ഒരുപാടടുത്ത് നോക്കിയിട്ടുണ്ട്, എനിക്കത് അനുഭവത്തിലുണ്ട്. അങ്ങനത്തെ ജാതകങ്ങളും എൻ്റെ കയ്യിൽ ഉണ്ട്. അടുത്തത് അഷ്ടമഭാവമാണ്. എന്താണ് അഷ്ടമഭാവം എന്ന് പറയുന്നത്? നമ്മൾ ഡെത്താണ് പറയുന്നത്. പക്ഷേ ഡെത്ത് പോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ തീർന്നു, എന്ത് വിഷയത്തിൻ്റെയും അവസാനം എന്ന് വേണേൽ പറയാം. അപ്പം ട്രാൻസ്ഫോർമേഷനാണ്, നമ്മുടെ ലൈഫിൻ്റെ മാറ്റമാണ്. ഒരു വിഷയം, ഒരു ഫ്ലോ സ്റ്റോപ്പായിട്ട് അതിൻ്റെ ഡെത്ത് സംഭവിച്ചിട്ട് വേറൊരു ഫ്ലോയിലേക്ക് പോകുന്നു. അത് ഒരു ലൈഫിൽ നിന്ന് നമ്മൾ അടുത്ത ലൈഫിലേക്ക് പോകുന്നു, ശരീരം ഉപേക്ഷിച്ച്. അതുപോലെ തന്നെ നമ്മുടെ ഈ ലൈഫിലും ചെറിയ 8-ാം ഭാവം സൂചിപ്പിക്കുന്നത് രഹസ്യങ്ങളാണ്. 2ാമത്തേതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷനാണ്, നമ്മുടെ ലൈഫിലുണ്ടാവുന്ന മാറ്റങ്ങൾ. ലൈഫിൽ വ്യാഴം അഷ്ടമത്തിൽ നിന്നാൽ ഒരുപാട് കാര്യങ്ങളിൽ തടസ്സം വരും. ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് വേണ്ടി ഇടപെടുമ്പം, അല്ലെ മാറ്റങ്ങൾ കാത്തിരിക്കുന്ന സമയങ്ങളിൽ അത് വരത്തില്ല. അഷ്ടമഭാവത്തിൽ വ്യാഴം പോയാലും നിരന്തരമായി നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു കാര്യം നടക്കാതിരിക്കുകയും ആ കാര്യം നടക്കേണ്ട സമയത്ത് നടന്നില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നു. പക്ഷേ ആ പ്രശ്നങ്ങളുണ്ടായി എല്ലാം കഴിഞ്ഞിട്ട് ഒരാവശ്യമില്ലാത്ത സമയത്ത് അത് നടക്കും. അത് നടന്നു കഴിയുമ്പോൾ നമ്മൾ പറയും, ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ എന്ത് നന്നായത്, ഇതിപ്പം നടന്നിട്ട് എന്ത് കാര്യമാണ്, ഒരു പ്രയോജനമില്ലാത്ത പോലെ പോയല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് വ്യാഴം ധനമാണ്. ധനം കൃത്യസമയത്ത് കിട്ടിയാൽ നമുക്കത് നടന്നേനെ. കുറച്ച് കഴിഞ്ഞിട്ട്, കുറച്ച് ലേറ്റായിട്ടാണ് അത് കിട്ടുന്നതെങ്കിൽ എന്തു ചെയ്യും? നമ്മൾ ചിലപ്പോൾ ഒരുപാട് ലയബിലിറ്റീസൊക്കെ ഉണ്ടായി ഈ ധനത്തിന് കിട്ടിയിട്ട് കാര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അല്ലെങ്കിൽ കിട്ടിയാൽ തന്നെ ആ നേരത്തെ കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട പ്രയോജനമില്ലാതെ പോകും. അപ്പോൾ എന്താ ചെയ്യുക? അഷ്ടമത്തിലെ വ്യാഴത്തിന് പരിഹാരം വിഷ്ണുവാണ്. വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ആശ്രയിക്കുക, പിതൃകലകളുള്ള വിഷ്ണു ഭഗവാനെ ആശ്രയിക്കുക. നദീതീരങ്ങളിൽ ശ്രാദ്ധമൂട്ടണം. പുണ്യ നദീതടങ്ങളിൽ ശ്രാദ്ധമൂട്ടുകയും ഗംഗാസ്നാനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. പിതൃക്കൾക്ക്, അമ്മ വഴിയുള്ള പരമ്പരകൾക്കും
അച്ഛൻ വഴിയുള്ള പരമ്പരകൾക്കും അജ്ഞാത പിതൃക്കൾക്കുമായിക്കൊണ്ട് കഴിയുമെങ്കിൽ എല്ലാ മാസവും ശ്രാദ്ധം കഴിക്കണം. ഈ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരാൾക്ക് രാഹുവിൻ്റെ ദശ വരുന്ന സമയത്ത് ഈ പരിഹാരം ചെയ്തിട്ട്, രാഹു സമാധി ദേവതകളുടെയും പിതൃകലകളുടെയും കൂടിയൊക്കെ ഒരാളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാഹുവിൻ്റെ ദശാകാലത്ത് ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് പരിഹാരം ചെയ്തിട്ട് അതുവരെ, അതായത് 39-40 വയസ്സ് വരെ ഒരു 20 ലക്ഷത്തിൽ പോയിരുന്ന ആൾ, കടത്തിൻ്റെ പുറത്ത് കടവുമായി പോയിരുന്ന ആൾ 42 വയസ്സായപ്പോഴത്തേക്ക് കോടീശ്വരനാവുന്ന ലെവലിലേക്ക് അയാളെത്തി. ആ പരിഹാരം ഭയങ്കര എഫക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്യുകയും ചെയ്യുക. പല കാര്യങ്ങൾക്കും പരിഹാരം, ആ ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള ദോഷങ്ങൾ അനുഭവിക്കാതിരിക്കാൻ ഒരു ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള സമയത്ത്, ആ ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള ദോഷകാല സമയത്ത് ആ ഗ്രഹത്തിൻ്റെ തന്നെ സുകൃതകർമ്മങ്ങൾ ചെയ്ത്, ആ ഗ്രഹത്തിൻ്റെ കാരകത്വത്തിലുള്ള സുകൃതകർമ്മങ്ങൾ ചെയ്താൽ നമ്മൾ ആ കർമ്മ ലൂപ്പിൽ നിന്നും പുറത്ത് ചാടും. അപ്പം എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6, 8, 12 ഭാവത്തിൽ വ്യാഴം നിന്നാൽ ദൈവാധീനവും ഭാഗ്യവും കുറയും. അതുണ്ടാവാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ 12 നിന്നാൽ ഭാവത്തിനനുസരിച്ചുള്ള അവിടുത്തെ ഗ്രഹത്തിനുള്ള പരിഹാരങ്ങൾ കുറച്ച് ദൂരെ, കുറച്ച് ഉയർന്ന സ്ഥലത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി തൊഴണം. മനസ്സിലായി? കുന്നിൻ്റെ മുകളിൽ, ഇപ്പോൾ ശനിയാണ് വരുന്നതെങ്കിൽ ശാസ്താവിനെ, ശബരിമല ശാസ്താവിനെ ആശ്രയിക്കാം. അതൊരു കുന്നിൻ്റെ മുകളിൽ കുറച്ച് ദൂരെയല്ലേ, അതുപോലെ കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത് ആശ്രയിക്കാം. 6 വരുമ്പം വിഷ്ണു പ്രീതി തന്നെ വരുത്തണം. പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള സാധനകൾ ചെയ്യണം. 6 വരുമ്പം സിസ്റ്റമാറ്റിക്കായിട്ടുള്ള സാധനങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യണം. ബാക്കി 8 12 വന്നു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ നമ്മൾ പുറമേ പോയി ചെയ്യേണ്ടതാണ്. ഇപ്പം ഇതൊരു ശ്രാദ്ധമല്ല, വീട്ടിൽ വിടാം. സന്ധ്യാവന്ദനം കൂടാതെ നമുക്ക് വീട്ടിൽ ശ്രാദ്ധം കഴിക്കാം. നമ്മൾ പിതൃകലകളുള്ള ഈശ്വരന്മാരുടെ അടുത്ത് പോയി ചെയ്യാം. പിന്നെ ഗംഗാനദി അല്ലെങ്കിൽ യമുനയുടെ തീരത്തൊക്കെയുള്ള വിശിഷ്ടമായിട്ടുള്ള ശ്രാദ്ധകർമ്മങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് ആചരിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് അത് ചെയ്യാം. ഇതെല്ലാം ചെയ്യാം. ഓർമ്മ ദിവസങ്ങൾ, മരിച്ചവരുടെ ഓർമ്മ ദിവസങ്ങൾ, അത് ആചരിക്കണം. ബലിയിടണം, ബലിക്രിയകൾ, ശ്രാദ്ധങ്ങൾ നടത്തണം, അന്നദാനം ചെയ്യണം. മരിച്ചവരുടെ പിതൃക്കളുടെ ഓർമ്മ ദിവസം അന്നദാനം നടത്താം. 12 ഞാൻ പറഞ്ഞില്ല, ദൂരക്ഷേത്രങ്ങളിൽ. 6 ഭാവത്തിലെന്ന് പറയുമ്പം ഇത് അകത്താണ്, നമ്മൾ സാധന ചെയ്യണം. ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് അതിൻ്റെ ഗ്രഹത്തിൻ്റെ കാരകത്വം അനുസരിച്ച് ഒരു ഭൂക്തി മാർഗം, അതായത് നമ്മുടെ ഒരു ഭൗതിക വിജയത്തിനായിക്കൊണ്ട് ഒരു പെർട്ടിക്കുലർ ഡയറ്റിയെ സാധന ചെയ്യുകയും ഒരു പെർട്ടിക്കുലർ ക്ഷേത്രത്തെ നമ്മൾ ആശ്രയിക്കുകയും ചെയ്യണം. അതേതെങ്കിലും നല്ലൊരു ജ്യോതിഷിയുടെ അടുത്ത്, അറിയാവുന്ന ഒരാളുടെ അടുത്ത് അത് ചോദിച്ച്, അല്ലെങ്കിൽ ഒരു ആചാര്യൻ്റെ അടുത്ത് ചോദിച്ച് അത് മനസ്സിലാക്കുക. ഒരു പർട്ടിക്കുലർ ഡയറ്റിയെ എടുത്ത് ആ ഗ്രഹം നിൽക്കുന്നതിനനുസരിച്ച് വ്യാഴത്തിൻ്റെ ഇതും ആ രാശിയുടെ എല്ലാം കൂടെ നോക്കി ഒരു പർട്ടിക്കുലർ ഡയറ്റ് സ്ഥിരമായിട്ട് 6 ഡെയിലി കാര്യങ്ങളും കൂടിയാണ്. അപ്പോൾ ഡെയിലി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ അത് നിരന്തരമായിട്ട് അത് ചെയ്ത് പോവുകയും കൂടി ചെയ്താൽ സക്സസ് ആയിക്കോളും കേട്ടോ. ഈ അറിവുകളൊന്നും അങ്ങനെ ആരും പറഞ്ഞു കൊടുക്കുന്നത് കണ്ടിട്ടില്ല, ആരും അങ്ങനെ ചെയ്യുന്നതും കണ്ടിട്ടില്ല. അപ്പോൾ ഈ അറിവുകളൊക്കെ ഉപയോഗിച്ച് ജീവിതം ഭംഗിയാക്കാൻ നോക്കണം കേട്ടോ. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അത് ആരുടെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരോടൊക്കെ പറഞ്ഞു കൊടുത്തും ഒക്കെ മുന്നോട്ട് പോയാൽ നമ്മുടെ ഋഷിമാർ എന്തിനു വേണ്ടിയാണോ ഇത് പറഞ്ഞു തന്നത് അതിനനുസരിച്ചുള്ളൊരു ജീവിത രീതിയും നമുക്കുണ്ടാവും. വാസ്തവത്തിൽ ജ്യോതിഷം നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആവണമെങ്കിൽ ഋഷിമാർ ജ്യോതിഷ പരിഹാരങ്ങൾ പറഞ്ഞതിനോടൊപ്പം ചര്യയും കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിത ശൈലിയും കൂടെ ഒരു നല്ല രീതിയിലാക്കിയാൽ മാത്രമേ ജ്യോതിഷം വർക്കൗട്ട് ആവത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആ ഗ്രഹത്തിൻ്റെ കാരകത്വത്തിന് ദോഷമുള്ള കാലമാണെങ്കിൽ ജീവിത രീതികളൊക്കെ ഒന്ന് മാറ്റി നമ്മൾ കുറച്ച് ദൈവികമായിട്ടും നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ജ്യോതിഷം കൊണ്ടുള്ള ഫലങ്ങൾ കുറച്ച് കൂടുതലായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ച് നമ്മളെല്ലാവരും സന്തോഷമായിട്ടിരിക്കാനല്ലേ, സമാധാനമായിട്ടിരിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ആ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ വരണമെങ്കിൽ
ജ്യോതിഷം നമുക്ക് കാണിച്ചു തരുന്ന വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പം അത് കൂടുതലായിട്ട് നമുക്ക് അനുഭവത്തിലേക്ക് മൊത്തത്തിൽ അത് കിട്ടണമെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ജീവിതചര്യകളും ഋഷിമാർ പറഞ്ഞിട്ടുള്ള രീതികൾക്കനുസരിച്ച് നമ്മളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാനും നമ്മുടെ ഫുഡ് ഹാബിറ്റും നമ്മുടെ എക്സസൈസും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും നമ്മൾ ശ്രമിക്കുകയും വേണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം പുതിയൊരു വിഷയവുമായിട്ട്. നമസ്കാരം.